ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് വറുത്തരച്ചൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ? ഫ്രഷ് ഗ്രീൻ പീസ് മസാലയാണ്. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്ക് ഒരു വലിയ പിടി തേങ്ങ, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി, 5 ചെറിയുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ മുറിച്ചിട്ട് ഒന്ന് വഴറ്റാം. എണ്ണ ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് കൂടിയിട്ട് തേങ്ങ നല്ലപോലെ മൊരിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഗ്രീൻ പീസ് നേരത്തെ തൊലിച്ച് ഫ്രീസറിനകത്ത് വെച്ചിരുന്നു. അതുപയോഗിച്ചാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഡ്രൈ ഗ്രീൻ പീസ് വെച്ചും ഇതേ കറി ഉണ്ടാക്കാം. തേങ്ങ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ മസാലയെല്ലാം കരിഞ്ഞു പോവും. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മസാല ഒന്ന് തണുക്കാൻ വെക്കാം. ഫ്രീസറിൽ വെച്ച ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ കറി വെക്കുന്നതിന് കുറച്ച് മുൻപ് തന്നെ അതെടുത്ത് പുറത്ത് വെക്കണം. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഗ്രീൻ പീസ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ളു പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിലിനെ വേവിച്ചെടുക്കണം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1.5 സവാള മുറിച്ചതും ഇട്ട് ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ വഴറ്റണം. ഒരു പ്രശ്നമുണ്ട് കേട്ടോ കൂട്ടുകാരെ, തക്കാളി ഫ്രിഡ്ജിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ കറി വെക്കാൻ തുടങ്ങിയത്. പക്ഷേ ഫ്രിഡ്ജിനകത്ത് തക്കാളി ഇല്ല. അതുകൊണ്ട് തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. 2 തക്കാളിക്ക് പകരം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് അതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി ആണെങ്കിൽ തക്കാളി വേവുന്നത് വരെ നിങ്ങൾക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളുടെ ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത് അരച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാം ഒന്ന് വെന്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഡ്രൈ മസാലക്കൂട്ടില്ലേ, അതെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് അത് അരച്ചെടുക്കാം. അതിലേക്ക് ഈ തക്കാളി സവാള കൂട്ടുകൂടിയിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായി അരച്ചുകൊണ്ട് വരാം. ഇനി ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്യണ്ടേ. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുകുമിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ച മസാലക്കൂട്ടില്ലേ, അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞു വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. മസാലകളൊക്കെ ഒന്ന് യോജിച്ച് വെന്ത് വരണം. എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് വരിക. എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് കുറുകി വരണം. തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ ചാറ് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പെല്ലാം പാകമാണെന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം കറി ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുറച്ച് സമയം അങ്ങനെ വേവിക്കാം. സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കണ്ടോ. ഇതിലേക്ക് മല്ലിയില മുറിച്ചത് കൂടിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ വറുത്തരച്ച പട്ടാണി മസാല റെഡി ആയിരിക്കുകയാണ്. കുറച്ച് സമയം അടച്ചു വെച്ച ശേഷം കഴിക്കാൻ പോകുമ്പോൾ എടുക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. വീഡിയോയ്ക്ക് ലൈക്കും കമന്റും കൊടുക്കാൻ മറക്കരുത്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ നമ്മുടെ ഈ കറി? ഇനിയിപ്പോൾ ഇവിടെ ആപ്പമാണ്. ആപ്പത്തോടൊപ്പമാണ് കഴിക്കുന്നത്. ഇഡലി, ദോശ, ചപ്പാത്തി, പൂരി, പൊറോട്ട, പുട്ട്, ചോറ് എല്ലാറ്റിനോടൊപ്പം പെർഫെക്റ്റ്.